ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അല്ലേ? നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല നാടൻ രീതിയിൽ വാഴയിലൊക്കെ പൊതിഞ്ഞ് നല്ല സൂപ്പറാക്കിയിട്ട് പൊള്ളിച്ച ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ശേരി മീൻ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മീൻ പൊള്ളിക്കുന്നത്. നല്ല അറബിക് മീനാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് പൊള്ളിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 1/2 കിലോനും കുറച്ച് കൂടുതലുള്ളൊരു ശേരിയാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിന് വര ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഒരു ആഴത്തിൽ തന്നെ വര ഇട്ട് കൊടുക്കണം, കാരണം മസാല നന്നായിട്ട് പിടിക്കണം. ഈ ശേരി മീനിന് ഉപ്പും പുളിയും ഒക്കെ പിടിക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായിട്ട് വര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് ഇഞ്ചിൻ്റെ പൗഡറും, അതായത് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി പൗഡറും 1/4 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് തന്നെ ആക്കിയിട്ട് എടുക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് നാരങ്ങ നീരും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മുളകൊന്ന് മസാല നന്നായിട്ട് പുരട്ടി വെക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാത്രം നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാം. ഇനിയും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, കുറച്ചും കൂടി എടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ലൂസായി പോകാൻ പാടില്ല, എന്ന് വെച്ചാൽ മീനിൽ മസാല നന്നായിട്ട് പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് ടൈറ്റിൽ തന്നെ ഈ മസാല ആക്കി വെക്കാം. വെള്ളം കുറച്ചും കൂടി പോരാതിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ശരിക്ക് പകരം നമുക്ക് ആവോലിയോ ഐക്കുറിയോ അയിലയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ ശേരി മീൻ എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഉള്ളിലും അതുപോലെ തന്നെ വയറ് ഭാഗത്തിൻ്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് പുരട്ടി കൊടുത്ത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് പിടിച്ച് കിട്ടും ഇത് മീനിൻ്റെ ഉള്ളിലെല്ലാം. ഞാനിവിടെ 1 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും ഈ മസാല ആക്കി കൊടുക്കണം, എന്നാലന്ന് ഉപ്പും പുളിപ്പും ഒക്കെ പിടിക്കും. ഒന്നാമത് ശരിക്ക് നല്ല പുളിപ്പ് വേണം, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ലെമൺ ജ്യൂസ് എടുത്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം മീനിൻ്റെ ടേസ്റ്റ് കൂടെയുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂറിനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളെ മീനൊക്കെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ വരെ റെസ്റ്റിന് വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമ്മളെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മളെ മീൻ നല്ല കിടത്തി വെച്ച് കൊടുക്കാം. എൻ്റെ പാന് കുറച്ച് ചെറുതായതുകൊണ്ട് മീൻ കുറച്ച് പുറത്തായിട്ടുള്ളത്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം എല്ലാം ആക്കിയിട്ട് നന്നായിട്ട് വേകുന്ന രൂപത്തിൽ പൊരിച്ചെടുത്താൽ മതി. മീൻ ഫ്രൈ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം, 2-3 കറിവേപ്പിലൻ്റെ ഇലയും കൂടി ആ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ മീൻ പറ്റി പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ചില പാനിലൊക്കെ നമുക്ക് മീൻ പറ്റി പിടിക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ പറ്റി പിടിക്കില്ല. ഇല മാത്രമാണെങ്കിൽ ഇല മാത്രം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതൊരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. 2 വലിയ സൈസ് ഉള്ളി തന്നെയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ നേർങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കൊരു 3-4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 3 എടുത്തിട്ടുള്ളൂ. അതും കൂടി നന്നായിട്ട്
ഇതിലേക്ക് ഉള്ളിലിട്ട് കൊടുത്ത് അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് നമ്മളൊരു 2 തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് 2 തക്കാളി നീളത്തിലരിഞ്ഞത് തന്നെ അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ശരി പൊരിച്ച് വെച്ച വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല, ഉള്ളി വഴറ്റിയതിന് ശേഷം മാത്രം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി എല്ലാം കുറച്ച് കൂട്ടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും എന്താ വെച്ചാൽ നമുക്ക് മീൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പുളിപ്പും എരിവും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മീനിൽ പൊള്ളിക്കുമ്പോൾ കൂടുതൽ പറയേണ്ടില്ലല്ലോ. ഇനി നമുക്കൊരു 2 വാഴയില നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ വാട്ടിയിട്ടതാണ്. വാഴയില എന്താ വെച്ചാൽ മുറിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ വാഴയിലൊക്കെ നന്നായിട്ട് വാട്ടി അതിനുശേഷം നമ്മൾ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്കായിട്ട് പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പൊരിച്ച് വെച്ചിരിക്കുന്ന ശേരി മീനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് മുകളിലും കൂടി മസാല ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. നല്ലൊരു സ്മെല്ലും ഇതൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പൊള്ളിച്ചാൽ പറയേണ്ടില്ലല്ലോ, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ശരി മീൻ തന്നെ വേണമെന്നില്ല, ആവോലിയായാലും അയിലയായാലും അയക്കുറിയായാലും എന്ത് മീനാണ് നിങ്ങളടുത്തുള്ളത് എന്തിങ്ങനെ പൊള്ളിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഗ്രേവിൻ്റെ സ്പൈസസും പിന്നെ അതുപോലെ തന്നെ മീനിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വാഴയില നന്നായിട്ട് എന്താ പറയുക ഒരു മീനൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കിതൊന്ന് കെട്ടിവെച്ച് കൊടുക്കാം. വാഴയില നന്നായിട്ട് എവിടെയും ഒരു ഹോളൊന്നും വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കേണ്ടതാണിത്. വാഴയിലൊക്കെ കവർ ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു നൂല് കൊണ്ടോ അല്ലെങ്കിൽ വാഴയിലിൻ്റെ ഒരു നാരുണ്ടല്ലോ അതുകൊണ്ടോ നിങ്ങൾക്ക് കെട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും കെട്ടി എന്താ വെച്ചാൽ ഇതിങ്ങനെ കവർ പൊളിഞ്ഞു പോകാത്ത രൂപത്തിൽ തന്നെ നമുക്കിതൊന്ന് കെട്ടി വെച്ച് കൊടുത്ത് എന്നിട്ട് നമുക്കിതെന്താക്കുക പൊള്ളിച്ചെടുക്കണം. അത് ഞാനൊരു പഴയൊരു ഫ്രൈ പാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് മീൻ പൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രൈ പാനാണ്. അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് മതി കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഒരു ഭാഗം ഇതാ നന്നായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം കൂടി ഇട്ട് കൊടുത്ത് ഒരു മൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഒരു 20 മിനിറ്റോളം ഞാൻ ഇത് പൊള്ളിക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതാ പൊള്ളിച്ച് വെക്കി റെഡി ആയിട്ടുണ്ട്. മീൻ പൊള്ളിച്ച് നല്ല റെഡിയായി സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊന്ന് അയച്ചു നോക്കാം. നമ്മളെ കവറൊക്കെ ഇങ്ങനെ നീക്കി കൊടുത്ത് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ കൈയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിങ്ങനെ ഇലകളൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് അപ്പം തന്നെ നല്ലൊരു സ്മെല്ലും വരും. എന്താ പറയുക ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ഇത്. ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വെറുതെ പറയുന്നതല്ല. ഉണ്ടാക്കിയിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അത്രയും ടേസ്റ്റാണ് ഇതാ. നല്ല പൊള്ളിങ്ങനെയുള്ള മീനൊക്കെ ഇങ്ങനെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ്, സ്മെല്ലും അതാണെങ്കിൽ അതിലപ്പുറമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ക്യാരറ്റും കുക്കുംബറും അതുപോലെ ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. എന്നാൽ ഇതൊക്കെ ഉണ്ടായാലും നല്ലൊരു ടേസ്റ്റാണ് മീൻ പൊള്ളിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇന്നൊക്കെ ഇതൊന്ന് എന്താ പറയുക ഇതാക്കിയിട്ട് കാണിച്ചു തരാം, എടുത്ത് കാണിച്ചു തരാം. മീൻ നല്ല ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. നോക്കിയാൽ ഞാനിത് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, മീനിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ.